പണ്ട് കാലത്ത് ചെയ്തു വരുന്ന പുഴുങ്ങിയ രീതിയിലാണ് ഞാനത് ചെയ്തു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റോസ്റ്റ് ചെയ്യുക. പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇല്ല, പരിപാടി തീരുന്നില്ല. ഏറ്റവും വലിയ പ്രോസസ്സിങ് അടുത്തത് നമ്മൾ ഓരോ ട്രേ ആയിട്ട് ഇങ്ങനെ അടുക്കി സ്റ്റീമറിലേക്ക് നമ്മൾ വെക്കുകയാണ് ചെയ്യുക. അതിനുശേഷം ക്ലോസ് ചെയ്ത് നമ്മൾ ആവശ്യത്തിനുള്ള ടെമ്പറേച്ചറൊക്കെ കണക്കാക്കി ഫസ്റ്റ് ക്വാളിറ്റിയുള്ള ഗോതമ്പ് പർച്ചേസ് ചെയ്യും. ഇതിന് ശേഷം ഈ മെഷീനിലേക്ക് നമ്മൾ ഗോതമ്പ് ഇടുകയാണ് ചെയ്യുന്നത്. FG റാവർ ഇന്ന് വന്നിരിക്കുന്ന കണ്ണൂർ ജില്ലയിൽ ചാലാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നാസി ഫുഡ്സിലാണ് വന്നിരിക്കുന്നത്. ഇന്നൊരു പ്രത്യേകതരം വീഡിയോ ആണ് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഒരു 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ തുടങ്ങിയിട്ടുള്ള ഒരു യൂണിറ്റിന്റെ വിശേഷങ്ങൾ, ഏറ്റവും നല്ലൊരു ഫുഡ് ഐറ്റംസ് ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു അന്വേഷണം ചെന്നെത്തിച്ചത് ഗോതമ്പ് പുട്ടുപൊടിയിലാണ്. എന്നാൽ ഗോതമ്പ് പുട്ടുപൊടി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും അല്ലേ, ഗോതമ്പ് പുട്ടുപൊടി നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. എന്നാൽ നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഗോതമ്പ് പുട്ടുപൊടിയെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു യൂണിറ്റിന്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നേരെ നാസി ഫുഡ്സിന്റെ വിശേഷങ്ങളിലേക്ക്. നാസി ഫുഡ്സിന്റെ ഓണർ സമീറാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. നിങ്ങൾ ഈ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര കാലമായിട്ടുണ്ട്? ഏകദേശം ഞാനിപ്പോ 1 ഇയറോളായി. 1 വർഷമായി അല്ലേ? 1 ഇയർ ആയി. അപ്പൊ അതിന്റെ സെലിബ്രേഷൻസ് തുടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങാം. കാരണം സാധാരണ രീതിയിൽ നമ്മൾ ഈ ഗോതമ്പ് പുട്ടുപൊടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മടുപ്പുള്ള ഒരു കാര്യമാണ്, ഇഷ്ടക്കുറവുണ്ട് അതിൽ, സത്യമാണത്. എന്നാൽ നിങ്ങളുടെ ഗോതമ്പ് പുട്ടുപൊടി എന്ന് പറഞ്ഞാൽ പുട്ടുപൊടി അത് ഭയങ്കര ഒരു ഗുണമുള്ള രീതിയിൽ ആർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? കാരണം എന്ന് വെച്ചാല് മില്ലറ്റ്സിന് കൂടുതലായി പ്രാധാന്യം വരാൻ തുടങ്ങി. മില്ലറ്റ്സ് പോലെ തന്നെ മില്ലറ്റ്സിന് ഇപ്പോൾ ഏകദേശം അധികം ആൾക്കാരും മില്ലറ്റ്സിലേക്ക് മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ അത്രയോളം പ്രയോറിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് നമ്മളെ ഗോതമ്പ് പുട്ടുപൊടി. ഗോതമ്പ് എന്ന് പറയുന്നത് അത് ഒരു ചപ്പാത്തി എന്നുള്ള രീതിയിൽ നിന്ന് മാറി നമ്മൾ കുറച്ചുകൂടി പുട്ടിലേക്ക് അതിനെ മാറ്റിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി എനിക്കറിയേണ്ടത് നിങ്ങളുടെ ഇവിടുത്തെ പ്രോസസ്സിംഗ് രീതിയാണ്. ഇത് എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു പരിപാടിയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പുട്ടുപൊടി പുറത്തേക്ക് വരുന്നതാണ്. നമുക്ക് അതിലേക്ക് കിടക്കാം. ഇതിൻ്റെ ആദ്യത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ മാർക്കറ്റിൽ അവൈലബിൾ ആയ നല്ല ക്വാളിറ്റി ഗോതമ്പ് വാങ്ങിക്കുക. ചിലത് നല്ല വലിപ്പമുള്ള ഗോതമ്പായിരിക്കും, ചിലത് നല്ല ചെറുതായിരിക്കും. പക്ഷെ ഞാൻ എടുക്കുന്നത് വെച്ചാൽ ഏറ്റവും നല്ല വലിയ മണിയുള്ള വലിയ ഗോതമ്പാണ് ഞാൻ എടുക്കുന്നത്. ഫസ്റ്റ് ക്വാളിറ്റിയുള്ള ഗോതമ്പ് പർച്ചേസ് ചെയ്യും. ഇതിന് ശേഷം ഈ മെഷീനിലേക്ക് നമ്മൾ ഗോതമ്പ് ഇടുകയാണ് ചെയ്യുന്നത്. വാഷ് ചെയ്യാൻ പോവാണ്. കാരണം എന്ന് വെച്ചാൽ വാഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കണം, ഇതിൽ അഴുക്കുകളൊന്നും പ്രത്യേകിച്ചില്ല, പൊടി മാത്രമാണ് ഉണ്ടാകുക. നമ്മളൊരു 3 ടൈം ഇത് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിലുള്ള ഏകദേശം പൊടികളുള്ള വേസ്റ്റ് വെള്ളം നമ്മൾ പുറത്തേക്ക് പോയി നല്ല രീതിയിൽ ഗോതമ്പ് വാഷ് ചെയ്ത് കിട്ടും. ഇതിനൊക്കെ നിങ്ങൾ മെഷീൻ തന്നെ ഉപയോഗിക്കുന്നത് അല്ലേ? ഇതിനൊക്കെ എല്ലാ മെത്തേഡിനും നമ്മൾ മെഷീനാണ് ഉപയോഗിക്കുന്നത്, ഹാൻഡ് ആയിട്ടൊന്നും ഉപയോഗിക്കുക, കൈകൊണ്ടുള്ള പരിപാടികളൊന്നും അല്ല. ഇതിനുശേഷം നമ്മൾ ഇതിൽ നിന്ന് ഗോതമ്പ് എടുത്ത് നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മൾ പണ്ട് കാലത്തെ വീടുകളിൽ ചെയ്തു വരുന്ന ഒരു മെത്തേഡാണ് ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ ഈ ഗോതമ്പ് പുട്ടുപൊടി കഴിക്കുമ്പോൾ തന്നെ ഒരു പച്ചച്ചവ അതിന് നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് കുട്ടികൾക്കായാലും വലിയ ആളുകൾക്കായാലും ഒരിക്കൽ കഴിച്ചാൽ അത് ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവും. ആ ഒരു മെത്തേഡ് ഞാൻ മാറ്റാൻ വേണ്ടിയിട്ട് പുഴുങ്ങിയ രീതി, പണ്ട് കാലത്ത് ചെയ്തു വരുന്ന പുഴുങ്ങിയ രീതിയിലാണ് ഞാനത് ചെയ്തു വരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ്, കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഇത് കഴിക്കുമ്പോൾ ഒരു ഫീലിങ്സോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചൊവയോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമുക്ക് അതിൻ്റെ ഒരു ഗുണവും ശരീരത്തിന്റെ ഹെൽത്തി ആയിട്ട് മാറുകയാണ്. ഒരു ഏകദേശം 8 ട്രേ നമുക്ക് ഇതിനായിട്ടുണ്ട്. 45-50 കിലോ വരെ നമുക്ക് ഒറ്റ ടൈമിൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ അതിന്റെ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് ചെയ്യുന്നു എന്നുള്ളത്. നമ്മൾ ഓരോ ട്രേ ആയിട്ട് ഇങ്ങനെ അടുക്കി സ്റ്റീമറിലേക്ക് നമ്മൾ വെക്കുകയാണ് ചെയ്യുക. അതിനുശേഷം ക്ലോസ് ചെയ്ത് നമ്മൾ ആവശ്യത്തിനുള്ള ടെമ്പറേച്ചറൊക്കെ കണക്കാക്കി വേവിക്കാൻ വെക്കും. ശേഷം ഇതിൽ നിന്ന് നമ്മൾ വാങ്ങും ഈ സാധനം, അതായത് ഗോതമ്പ് നമ്മൾ ട്രേയിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഇതൊന്ന് ആറാൻ വെക്കും. ചൂടൊന്ന് കുറച്ച് തണിയാൻ വേണ്ടി നമ്മൾ ഫാനിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് പൊടിച്ചെടുക്കുക എന്നതാണ് നെക്സ്റ്റ് പരിപാടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റോസ്റ്റ് ചെയ്യുക. പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇല്ല, പരിപാടി തീരുന്നില്ല. ഏറ്റവും വലിയ പ്രോസസ്സിംഗ് അടുത്തത് റോസ്റ്റ് ചെയ്യലാണ്. ഈ റോസ്റ്റിംഗ് മെഷീനിലേക്ക് നമ്മൾ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് ചൂടാവുന്നതല്ല, ഇതിൻ്റെ ഉള്ളിൽ വെള്ളത്തിന്റെ അംശം ഉണ്ടാവും. നമ്മൾ ഓൾറെഡി 2 മെത്തേഡിൽ വെള്ളം യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഒന്ന് വാഷ് ചെയ്യുന്നു, സ്റ്റീം ചെയ്യുന്നു. അപ്പൊ ഇതിൽ 2 വെള്ളമുണ്ട്. ഇത് വറ്റലാണ് നെക്സ്റ്റ് പരിപാടി. നമ്മുടെ പ്രൊഡക്റ്റിനെ കുറച്ചുകൂടി സ്മൂത്ത് ആക്കുന്നത് റോസ്റ്ററിലേക്ക് കൂടിയാണ്. റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഏറ്റവും നല്ല പൊടിയായിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് പരിപാടി ഷിഫ്റ്ററിൽ ഇട്ടിട്ട് ഷിഫ്റ്റ് ചെയ്തെടുക്കുക, അരിച്ചെടുക്കണം. ഇതിനെ അരിച്ചെടുക്കുമ്പോഴോ ഇതിൽ ചില മോയ്സ്ചറൊക്കെ പോയിട്ട് ചെറിയ ചെറിയ പൊടികൾ തരികളൊക്കെ ഉണ്ടാവും കട്ട പിടിച്ചിട്ട്. അപ്പൊ ഇതിൽ കൂടിയാണ് നമ്മളത് ഷിഫ്റ്റ് ചെയ്ത് 2 വേർതിരിക്കുന്നത്. ഫൈൻ പൗഡർ മാത്രമല്ലേ? അതിൽ നമ്മൾ എങ്ങനെയാണ് പുട്ടുപൊടി ഉണ്ടാകുന്ന ചെറിയ ചെറിയ തരിയായിട്ടും അങ്ങനെയുള്ള ഒരു ഫൈൻ ആയിട്ടുള്ള ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള കിട്ടും. ഇതിനുശേഷം നമ്മൾ പാക്ക് ചെയ്യുന്നു. നമ്മൾ ആദ്യം എന്ന് വെച്ചാൽ അളവ് കൃത്യമായിട്ട് തൂക്കണം. ഈ കവറിൽ നിങ്ങൾ എത്ര kg വെച്ചിട്ട് 500 ഗ്രാം ആണോ 1 kg ആണോ? അല്ല, എനിക്ക് റിക്വയർമെന്റ്സ് വരുന്നത് 1 കിലോ ആണ്. കാരണം 1/2 കിലോ പുട്ടിൽ 2 കുറ്റിയൊക്കെയാണ് മാക്സിമം ഒക്കെ കിട്ടുക.
ഒരു വീട്ടിൽ കുറച്ച് അത്യാവശ്യം ആൾക്കാരുണ്ടാവല്ലോ, അപ്പൊ 1 കിലോ ആണ് അധികം ചെയ്യുന്നത് ചൂസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഞാൻ 1 കിലോ ആണ് ഇപ്പൊ ചെയ്യുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ ഈ ഗോതമ്പ് പൊടിയെ കൊണ്ട് പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന് കട്ട കെട്ടി കിടക്കുക, ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ കഴിക്കുമ്പോഴും അതിനെ കൊണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിനും അതേ പ്രശ്നം വരാൻ സാധ്യതയില്ലേ? ഇല്ല, ഇതിന് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഇത് 2 മെത്തേഡ് സ്വീകരിക്കുന്നതുകൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു നൈസ് ആയിട്ടുള്ള പൊടിയാണ് കിട്ടുന്നത്. ആദ്യം നമ്മൾ സ്റ്റീം ചെയ്യുന്നു, അതിന്റെ ചുവയൊക്കെ മാറി ശേഷം പൊടിച്ചതിന് ശേഷം അടുത്ത മെത്തേഡാണ് എന്ത്, റോസ്റ്റ് ചെയ്യുക. ഈ റോസ്റ്റ് ചെയ്തിട്ട് മൊത്തത്തിലുള്ള വെള്ളത്തിന്റെ മോയ്സ്ചറൈസറിന്റെ കണ്ടന്റ് ഒക്കെ മൊത്തത്തിൽ ഇതിൽ അവസാനിക്കുന്നു. അതിനുശേഷം നല്ലൊരു പൊടിയാണ്, ഏറ്റവും നൈസ് ആയിട്ടുള്ള പൊടിയാണ് നമുക്ക് കയ്യിലേക്ക് കിട്ടുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് ലൈഫ് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രിസർവേറ്റീവ്സ് അങ്ങനെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ? ഒരു പ്രിസർവേറ്റീവ്സും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇതെന്റെ വീട്ടിലെ ചെറിയ കുട്ടികൾ, 1 വയസ്സ് മുതൽ അല്ലെങ്കിൽ 1.5 വയസ്സുള്ള കുട്ടികൾ എൻ്റെ വീട്ടിലുണ്ട്. അവര് മുതലുള്ള ആൾക്കാർ കഴിക്കുന്നത് വരെ മുതിർന്ന ആൾക്കാർ വരെ കഴിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു പ്രിസർവേറ്റീവും ചേർത്ത് ലൈഫ് കിട്ടുന്നത് റോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് ലൈഫ് കിട്ടുന്നുണ്ട്. ഏകദേശം കുറെ ഷെൽഫ് ലൈഫ് അത്യാവശ്യം ഇതിന് കിട്ടുന്നുണ്ട്. അടുത്തേക്ക് ചോദിക്കാനുള്ള എവിടെയൊക്കെ നിങ്ങൾ ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത്? നമ്മൾ ഏകദേശം കണ്ണൂരിലുള്ള അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിയിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റുകളായാലും കടകളായാലും ഹോൾസെയിലൊക്കെ ആയാലും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എൻക്വയറി എവിടുന്ന വരുന്നത്? എൻക്വയറീസ് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഫ്ലാറ്റുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ. അതിലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്, ഫീഡ്ബാക്ക് മറ്റുള്ള ആളുകളോടൊക്കെ പറഞ്ഞിട്ട് അവരെയും കൊണ്ട് വാങ്ങിപ്പിക്കുക. ഞങ്ങളൊക്കെ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത്. ഇതിപ്പോ ഈ വീഡിയോ കാണുന്ന സമയത്ത് പുറത്തുള്ളവർക്കും നിങ്ങളുടെ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവരുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കാനൊക്കെ റെഡിയാണോ? തീർച്ചയായിട്ടും. നിങ്ങൾ എത്രയാണോ ഓർഡർ ചെയ്യുന്നത് അതിന് അനുസരിച്ചുള്ള ടൈമിന് ഞങ്ങൾ എത്തിച്ചേരുന്നതാണ്. ഒരു 20ാമത്തെ വയസ്സിൽ തന്നെ ഇങ്ങനെ ഒരു സംരംഭകനായിട്ട് മാറാനുള്ള ഒരു കാരണം എന്തായിരുന്നു? കാരണം എന്ന് വെച്ചാൽ ഇതെൻ്റെ ഒരു പാഷനായി മാറി. പിന്നെ ഇതിനെ പറ്റിയുള്ള അന്വേഷണങ്ങളായി. എനിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫുഡ് ബിസിനസ് തന്നെ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ പാഷനും അതാണ്. ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി. എന്ത് പ്രൊഡക്റ്റ് ഇറക്കും, എന്താണ് ജനങ്ങൾക്ക് ആവശ്യം, എന്താണ് അത്യാവശ്യം എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി. വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം അല്ലേ? അതെ, വ്യത്യസ്തമായി. അതായത് ആർക്കും ചെയ്യാൻ പറ്റാത്തതല്ല. എല്ലാ സാധനവും ഇന്ന് വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ്. പക്ഷെ എന്നാലും കുറച്ചുകൂടി ക്വാളിറ്റിയോടുകൂടി ഹൈജീനിക് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ പുട്ടുപൊടിയിലേക്ക് എത്തിയത്. അത് പഴയൊരു തനിമയിലും അതേപോലെ പഴയ രുചിയിലേക്കും എത്തിക്കുക എന്നതാണ്. അങ്ങനെയാണ് ഈ ഒരു സംരംഭം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. എല്ലാവരും അന്വേഷിക്കുന്ന പ്രോഡക്റ്റും കൂടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ചിലർക്ക് ഇത് ബ്രാൻഡ് ചെയ്ത് കൊടുക്കണം ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാൻ റെഡിയാണോ? അവരുടേതായ പ്രോഡക്റ്റ് ആയിട്ട് അവരുടേതായിട്ട് ബ്രാൻഡിലൊക്കെ ചെയ്ത് കൊടുക്കാൻ റെഡിയാണോ? തീർച്ചയായിട്ടും. എനിക്ക് ആകെ ഉള്ള ഒരു ആവശ്യം എന്ന് വെച്ചാൽ ജനങ്ങളെ കയ്യിലേക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റ് ഏറ്റവും നല്ല ക്വാളിറ്റിയോടുകൂടി അവരെ കയ്യിൽ എത്തിക്കുക എന്നതാണ്. അപ്പോൾ ആരെ കയ്യിലേക്കും കൊടുത്താലും ജെന്യൂനായിട്ട് വരുന്ന എല്ലാവരുടെ കയ്യിലേക്കും എൻ്റെ പ്രൊഡക്റ്റുകൾ ഞാൻ എത്തിക്കുന്നതായിരിക്കും. അത് സ്വന്തം ബ്രാൻഡ് വേണമെന്നില്ല. വിദേശം കൂടുതൽ ഇത് വരുന്ന വിദേശത്തുള്ള ആളുകളാണ് കൂടുതലും ഇങ്ങനെ ഒരു കാര്യം അന്വേഷിക്കുക, അവരുടേതായ ബ്രാൻഡിൽ ചെയ്ത് കൊടുക്കുമെന്നൊക്കെ ഉള്ളത്. തീർച്ചയായിട്ടും അതിനും റെഡിയാണ്. അതിന് റെഡിയാണ്. ഒരു ക്വാളിറ്റിയിലും കോംപ്രമൈസ് ഇല്ലാതെ ജനങ്ങളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. എത്രയാണ് നാസി ഫുഡ്സിന്റെ വിശേഷങ്ങൾ. 20ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങണം എന്നുള്ള ഒരു പാഷൻ, ഒരു ത്വര ഉള്ളിൽ കയറിയതിനു ശേഷം അന്വേഷിച്ചു ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ജനങ്ങൾക്ക് എന്ത് കൊടുക്കണം എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിലാണ് സമീർ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ്, അതായത് പുട്ടുപൊടി ഉണ്ടാക്കുക, അത് ഗോതമ്പ് വെച്ചിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെയാണ് ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് നമ്മുടെ കൈകളിലേക്ക് ഈ ഒരു പ്രായത്തിൽ അദ്ദേഹം ചെയ്ത് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സപ്പോർട്ട് തന്നെ ഇതിന് വേണം കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങൾ എവിടെയാണെങ്കിലും ബ്രാൻഡ് ചെയ്ത് കൊടുക്കാനും ഒക്കെ റെഡിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്ന തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.